നിനക്കെന്താടാ പറയാൻ കാര്യം, നീ ആരാ, ഞാൻ ആരാടാന്ന് നിനക്ക് അറിയാടോ എന്ന് ചോദിച്ചുകൊണ്ട് വണ്ടി സ്റ്റാൻഡ് ഒട്ടി വെച്ച് എന്നെ കുറെ ഷൗട്ട് ചെയ്തു എൻ്റെ കൂടെ. ഞാനത് കാര്യമാക്കി എടുത്തില്ല. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളോട് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുതെന്നല്ലേ പറഞ്ഞോളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ഡിവൈഎഫ്ഐക്കാര് പൊതിച്ചോറ് കൊടുക്കുന്ന ആ ഭാഗത്ത് ഒരു 10-20 പയ്യന്മാര് കൂടി. എന്നിട്ട് എന്റെ സഹപ്രവർത്തകരെടുത്ത് ചോദിച്ചു, അരുണ് എവിടെ നിന്നാ വരുന്നത്, അവൻ ഡ്യൂട്ടി എവിടെയാ, കാഷ്വാലിറ്റിയിൽ അവനെ കാണാനില്ല. അവര് പറഞ്ഞ് കണ്ടില്ലാന്നോ. അരുൺ, ഇന്ന് ചില മാധ്യമങ്ങളിൽ പുറത്തു വരുന്ന വാർത്തയാണ് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന താങ്കളെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറുടെ മതം കാരണം ജോലി നഷ്ടപ്പെട്ടു. എന്താണ് സംഭവിച്ചത്, പറയാമോ ഒന്ന്? സംഭവിച്ചത് കഴിഞ്ഞ മാസം 19-ാം തീയതി മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയുടെ മുൻവശത്തുള്ള നോ പാർക്കിംഗ് ഏരിയയിൽ റോഡിലായിരുന്നു എന്റെ ഡ്യൂട്ടി. അപ്പൊ ഞാൻ ഡ്യൂട്ടിക്ക് ആ പോയിന്റിൽ എത്തുന്ന സമയത്ത് ഒരു 6, 7, 8 ബൈക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ ബൈക്ക് ഞാൻ മാറ്റി ഒഴിപ്പിച്ചിട്ടു. അപ്പം 2-3 വണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ പാർക്കിംഗ് ഇല്ല, ഇത് നോ പാർക്കിംഗ് ഏരിയ ആണ്, ആംബുലൻസിന് പോകേണ്ട വഴിയാണ്, ദയവായി ഇവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണം പറഞ്ഞവരെല്ലാം അതുപോലെ തന്നെ ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു നീല ആക്റ്റീവയിലൊരു പയ്യൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ വണ്ടി വെക്കരുത്, ഇത് നോ പാർക്കിംഗ് ഏരിയ ആണ്. നിനക്കെന്താടാ പറയാൻ കാര്യം, നീ ആരാ, ഞാൻ ആരാടാന്ന് നിനക്ക് അറിയാടോ എന്ന് ചോദിച്ചുകൊണ്ട് വണ്ടി സ്റ്റാൻഡ് ഒട്ടി വെച്ച് എന്നെ കുറെ ഷൗട്ട് ചെയ്തു എൻ്റെ കൂടെ. ഞാനത് കാര്യമാക്കി എടുത്തില്ല. ഞാൻ പറഞ്ഞു, സാറേ നിങ്ങളോട് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുതെന്നല്ലേ പറഞ്ഞോളൂ. എന്നിട്ട് പുള്ളിക്കാരെ അങ്ങ് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ സെക്യൂരിറ്റി ഓഫീസിനെ വിളിച്ച് ഡ്യൂട്ടി സർജന്റ് വിളിച്ചു. ഞാൻ ഓഫീസിൽ ചെന്നപ്പം സാറ് പറഞ്ഞു, അരുണേ നിന്റെ കൂടെ വിഷയം ഉണ്ടാക്കിയത് ഇവിടുത്തെ കൗൺസിലർ DR അനിലിന്റെ മകനാണ്, അത് വിഷയമാവുമെന്നാണ് തോന്നുന്നത് എന്ന് എൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പുള്ളിക്കാരനും കൂടെ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് കൊടുക്കുന്ന കുറച്ച് പയ്യന്മാരുമായിട്ട് ഈ ഓഫീസിന്റെ അകത്ത് കയറി വന്നു. നിന്നെ കുറെ നാളായിട്ട് ഞങ്ങൾ നോക്കി വെച്ചിരിക്കുക എന്നാ, നീ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നു, നിന്റെ കയ്യേം കാലം അടിച്ചോടിക്കും, നിനക്ക് കാണിച്ചു തരാടാ എന്നും പറഞ്ഞ് സർജന്റ് പറഞ്ഞു, അന്ന് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ലേ ചെയ്തത്, ഡ്യൂട്ടി എല്ലാം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ഈ പയ്യനും ബാക്കിയുള്ളവരും കൂടെ സംസാരിച്ചിട്ട് ഇറങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും ഡിവൈഎഫ്ഐക്കാര് പൊതിച്ചോറ് കൊടുക്കുന്ന ആ ഭാഗത്ത് ഒരു 10-20 പയ്യന്മാര് കൂടി. എന്നിട്ട് എന്റെ സഹപ്രവർത്തകരെടുത്ത് ചോദിച്ചു, അരുണ് എവിടെ നിന്നാ വരുന്നത്, അവൻ ഡ്യൂട്ടി എവിടെയാ, കാഷ്വാലിറ്റിയിൽ അവനെ കാണാനില്ല. അവര് പറഞ്ഞ് കണ്ടില്ലാന്നോ. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ DRന്റെ മകനാണ്, ഗൗതമാണ്, അരുൺ എവിടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ എന്റെ ഓഫീസിലാണ്. നീ ഇറങ്ങി പോവാന്നൊന്നും വിചാരിക്കണ്ട, നീ ഇറങ്ങി വരൂ, യൂണിഫോം മാറി വരുമെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തു. പക്ഷേ ഇവിടെ നിന്ന് എങ്ങനെയോ കഷ്ടിച്ച് ഞാൻ എന്റെ വീട്ടിലെത്തി. പക്ഷെ വീട്ടിലെത്തിയില്ല. അതിനു മുമ്പ് എന്റെ വൈഫ് വിളിച്ചു പറഞ്ഞു, ചേട്ടാ 3-4-5 പേര് ഇങ്ങനെ റോഡിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട് വീട്ടിന്റെ, ഇവിടെ ഉള്ളവരല്ല എന്നാണ് തോന്നുന്നത്, ചേട്ടന്റെ കൂട്ടുകാരന്മാരാരെങ്കിലും ആണോ എന്ന്. ഞാൻ പറഞ്ഞു അല്ല, നീ എന്തായാലും വീട് കൂട്ടി വണ്ടി എടുത്ത് ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ വെക്കുമെന്നോ. പിന്നെ 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ എന്റെ വീട്ടിൽ വന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കും പരാതി കൊടുത്തിരുന്നോ? എനിക്ക് ഡ്യൂട്ടിക്ക് തുടർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട് സെക്യൂരിറ്റി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം സൂപ്രണ്ടിന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു. 28-ാം തീയതി രാവിലെ ഒരു 11 മണിയാണ്. പരാതി കൊടുത്തിട്ട് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് സെക്യൂരിറ്റി ഓഫീസർ സൂപ്രണ്ടിന് കൈമാറി. ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ഓഫീസറെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, അവരുടെ എനിക്ക് വേറെ ഒരു നിർവാഹവും ഇല്ലായിരുന്നു, അവരൊരു 10-15 പേര് വന്നു, നിന്നെ 3 മണി തൊട്ട് 5 മണി വരെ ഓഫീസിലിരുന്നു, നിന്നെ പിരിച്ചു വിട്ടാലേ അവര് പോവുള്ളെന്ന് പറഞ്ഞു, എല്ലാം പിരിച്ചു വിട്ടില്ലെങ്കിൽ നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിന്നെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. 28-ാം തീയതി വരെ ഡ്യൂട്ടി രജിസ്റ്ററിൽ എന്റെ പേര് അരുണെന്നായതുകൊണ്ട് 1ാമത്തെ പേരായിരുന്നു എന്റേത്. പക്ഷെ 29-ാം തീയതി ഡ്യൂട്ടി രജിസ്റ്റർ ഗ്രൂപ്പിൽ ഫോട്ടോ വന്നപ്പം ഈ 29, 30 തീയതികളിൽ 1ാമത്തെ പേര് അരുണെന്ന് എഴുതിയെടുത്ത് വൈറ്റ്നർ വെച്ച് മാറ്റുകയും 1-ാം തീയതി തൊട്ടുള്ള ഡ്യൂട്ടിയിൽ എന്റെ പേര് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തു. 2ാമത് കിടന്ന ആള് 1ാമത് വന്നു. ഇതിനെപ്പറ്റി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. 28-ാം തീയതി കൊടുത്തു. അവിടെ നിന്നുള്ള മറുപടി എന്താണ്? ഇല്ല ഇതുവരെയായിട്ട് എന്നെ വിളിച്ചതുമില്ല, അന്വേഷിച്ചതും. താങ്കൾ പോയി സ്റ്റേഷനിൽ പിന്നെ ചോദിച്ചില്ല? പോയി ഇല്ല, ഞാൻ ഒരു വിളിച്ചു ചോദിച്ചു,
എന്നുവെച്ചാൽ ഭയം കൊണ്ടാണ് പോവാത്തത്. അല്ല, ഇതിനെപ്പറ്റി ഇനിയുള്ള തുടർ നടപടികൾ എന്താണ് താങ്കൾ? ലേബർ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ഇനി അതിനാണ് എന്റെ പ്രതീക്ഷ. ഈ കൗൺസിലർ DR അനിലിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു താങ്കൾ? ഇല്ല, ഞാൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഈ കൗൺസിലർ താങ്കളെ വിളിച്ചിട്ടില്ല? ഇല്ല, കൗൺസിലറുടെ മകനാണ് വിളിച്ചത്. എത്ര നാളായിട്ടാണ് താങ്കളുടെ ജോലി ചെയ്യണത്? ഞാൻ 3 വർഷം കൊണ്ട് ട്രാഫിക് വാർഡൻ 2022 മുതലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. ഈ 3 വർഷത്തിൽ ആദ്യമായി ഇങ്ങനൊരു സംഭവം ഉണ്ടാണോ അല്ലേ? അതെ, ഇങ്ങനെ ആദ്യമായിട്ടൊരു സംഭവം ഉണ്ടാകും.